ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സ്പ്ലെൻഡർ പ്ലസ് എക്സ്ടെക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. റിവ്യൂ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഒരു 20 മാസം ഞാൻ ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇതിന് വന്ന ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഓട്ടിയാലാണ് നിങ്ങൾക്ക് എത്രയൊക്കെ മൈലേജ് കിട്ടൽ, കമ്പനി പറയുന്ന മൈലേജ് എത്രയാണ്, പിന്നെ അതുപോലെ തന്നെ വണ്ടി നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വർത്തും കാര്യങ്ങളൊക്കെയാണോ, മുതലാവോ ഇല്ലേ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരട്ടാ. എനിക്ക് വന്ന EMIൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എത്ര വെച്ച് അടിച്ച്, എത്ര ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത്, എത്ര മാസം ഉണ്ട് ഇനി ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടി, എന്തൊക്കെ സാധനങ്ങളാണ് എനിക്ക് ഇതുവരെ മാറ്റേണ്ടി വന്നിട്ടുള്ളത്, എന്തൊക്കെ സാധനം കേട് വന്നിങ്ങനെ, എന്തൊക്കെ സാധനമാണ് പെട്ടെന്ന് പോയത് ഒക്കെ ഞാൻ പറഞ്ഞുതരട്ടെ. നമുക്ക് എന്തായാലും നേരെ വീഡിയോക്ക് പോവാം. ഫസ്റ്റ് ഫ്യൂച്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീന് ഡിജിറ്റൽ സ്ക്രീൻ ആയിട്ടാണ് ഈ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ. ഇതേപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ. ഈ ഡിസ്പ്ലേൻ്റെ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കമ്പനി ഒരു ആപ്പും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ആ ആപ്പ് വഴി ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഡിസ്പ്ലേമിൽ. അപ്പോൾ നമുക്ക് SMS കോളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ കാണിച്ചുട്ടാ. ഞാൻ ആ ഒരു ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആണെന്നുള്ളതിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്പ്ലെൻഡറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതുവരെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കണ്ട് ആ ഒരു ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്താൽ ആ ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനേബിൾ ആയി കിട്ടൂട്ടാ. വേറെ സംഭവം എന്ന് വെച്ചാൽ എനിക്കത് വലിയ ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. ഇനിയിപ്പോൾ എല്ലാവർക്കും എല്ലാം ഒരേപോലെ ആവണമെന്നില്ല. നമുക്കിനിയിപ്പോൾ അടുത്ത സംഭവം എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഈ ഒരു LED സ്ട്രിപ്പ്, ഈ ഒരു LED സ്ട്രിപ്പ് കമ്പനി പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ഇതാണ് രണ്ടാമത്തെ ന്യൂ ഫ്യൂച്ചർ എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ ഫ്യൂച്ചറാണ് ഈ ഒരു I3S സ്വിച്ചും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു I3S സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻജിൻ സ്വിച്ച് അല്ല ഇനി ഇതിന് എൻജിൻ സ്വിച്ചും കാര്യങ്ങളൊന്നും ഇല്ല. I3S എന്ന് പറഞ്ഞൊരു സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. നേരെ ചാവി ഓണാക്കിയാണ്ട് സെൽഫ് അടിച്ച് കാണുന്നുണ്ടെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ടാവും. ഈ I3S ഓണാക്കി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ റണ്ണിങ്ങിൽ വണ്ടി ഓഫ് ആയിക്കാണ്ട് നേരെ ക്ലച്ച് പിടിച്ചുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാവുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു I3Sന് വരുന്നത് കേട്ടോ. അടുത്ത ഫ്യൂച്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് തട്ടാതെ വണ്ടി ഗിയറിലിട്ടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓഫ് ഔട്ടാണ്. അങ്ങനെ ഒരു ഫ്യൂച്ചറും കൂടി ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റാൻഡ് തട്ടിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ റെഡ് ആ സ്റ്റാൻഡിൻ്റെ ഒരു ചിഹ്നവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ്. അടുത്ത ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു USB ചാർജറും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിൻ്റെ കമ്പനി വണ്ടിയിൽ തന്നെ തരുന്നുണ്ട് കേട്ടോ. അതുവഴി നിങ്ങൾക്ക് മൊബൈൽ ചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ മാത്രമേ ചാർജ് ആവുള്ളൂ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഈ ഒരു ചാർജിംഗ് പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് കാർബറേറ്ററും കാര്യങ്ങളൊന്നുമല്ല വരുന്നത്, FI ആണ്, ഫ്യൂൽ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം നിങ്ങളെ ടാങ്കിൽ ഒരു രീതിയിൽ, അതായത് ഒരു കട്ടൊക്കെ വരുന്ന കോലത്തിൽ എണ്ണ നിലനിർത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് കേടരാനുള്ള നല്ല ചാൻസും കാര്യങ്ങളൊക്കെ കമ്പനി പറയുന്നുണ്ട്. അടുത്ത ബ്രേക്കിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഒരു ഫ്യൂച്ചറും കൂടി കൊടുത്തിരിക്കണേ. അതായത് ബാക്ക് ബ്രേക്ക് ചൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടത്തെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അപ്ലൈ ആവും. അതേപോലെ തന്നെ ഫ്രണ്ടത്തെ ബ്രേക്ക് പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അപ്ലൈ ആവട്ടാ. അതൊരു നല്ലൊരു ഫ്യൂച്ചറായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം രണ്ട് ബ്രേക്കും ഒരു ടൈമിൽ തന്നെ അപ്ലൈ ആവാന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ്. മറ്റൊരു ഫ്യൂച്ചർ വെച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ നിങ്ങളിപ്പോൾ റണ്ണിങ് കണ്ടീഷനിലുള്ളത് ആവറേജ് മൈലേജ് ഉണ്ടല്ലോ, നിങ്ങളുടെ സ്പീഡിന് അനുസരിച്ചുള്ള മൈലേജും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ്. അതൊരു ഫ്യൂച്ചർ തന്നെയാണ് വന്നിട്ടുണ്ട്. പിന്നെ വെച്ചാൽ മൈലേജിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പറയണത് 75ഒക്കെയാണ്. പക്ഷേ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഓട്ടണതിനനുസരിച്ചാണ് കിട്ടുന്നത്. സ്പീഡ് പോകുന്ന ആൾക്കും മെല്ലെ പോകുന്ന ആൾക്കും അതിനനുസരിച്ചാവും കിട്ടൽ. നല്ല വ്യത്യാസമുണ്ട് കിട്ടണില്ലേ മൈലേജും കാര്യങ്ങളൊക്കെ. കമ്പനി ഒരു 75 ആ റേഞ്ചിൽ പറയേണ്ടതെന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ നോർമലായിട്ട് മിനിമം കിട്ടുന്നത് 50 കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെല്ലെ പോണ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 60 വരെയൊക്കെ മാക്സിമം പ്രതീക്ഷിക്കുക. അതിൻ്റെ മുകൾക്ക് വല്ലാതൊന്നും പ്രതീക്ഷിക്കണ്ട, എന്നാലും കിട്ടും. വലിയ ഇതിലൊന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷേ മിനിമം 50എങ്കിലൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അത് ഞാൻ എൻ്റെ ഒരു പോക്കിനനുസരിച്ചായിരിക്കും. പിന്നെ വെച്ച് കാണുന്നുണ്ട് ഇതിൻ്റെ എൻജിൻ CC വരുന്നത് 97.2 CC കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ എൻജിൻ സിലിണ്ടറിന് CC കാര്യങ്ങളൊക്കെ വരുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഉണ്ടല്ലോ, ഞാൻ ഇതിൽ ടോപ്പ് സ്പീഡ് പോയിക്കേണ്ടത് ഒരു 99 km/h കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇറക്കും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ചെറിയൊരു സ്ലോപ്പിലും കൂടി ആണ്. അല്ലാതെ 99 ഒന്നും കയറില്ല. നോർമൽ റൂട്ടുമ്പോൾ കൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇറക്കമില്ലാത്ത ഒരു റൂട്ടും കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാക്സിമം സ്പീഡ് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് സ്പീഡ് ഒരു 94-90 ആ റേഞ്ചിൽ കിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് ഒരു ചെറിയ സ്ലോപ്പും കാര്യങ്ങളൊക്കെ റോഡാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 97 നോർമലായിട്ട് കിട്ടും. 99 കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇറക്കും കാര്യങ്ങളൊക്കെ വേണം. അതായത് വലിയ ഇറക്കമില്ല, എന്നാലും ഈ NHM-ലൊക്കെ ഉണ്ടാവില്ലേ ചെറിയ ഇറക്കങ്ങൾ, അതായത് ഈ ഒരു നാഷണൽ ഹൈവേയിൽ വന്ന ആ ഒരു ചെറിയ ഇറക്കത്തിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. പിന്നെ വെച്ച് കാണുന്നുണ്ടെങ്കിൽ 60 കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു ചെറിയ തരിപ്പും കാര്യങ്ങളൊക്കെ വരും. ആ ഒരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തരിപ്പിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി കുറച്ച് ഇതാണ്, തരിപ്പും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഈ വണ്ടിക്ക് തരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ തരിപ്പില്ല, പക്ഷേ ഫ്രണ്ടിക്ക് വലിയ തരിപ്പില്ല, മുമ്പത്താക്ക് വലിയ തരിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ബാക്കത്താക്കി ചെറിയ രീതിയിൽ തരിപ്പ് കിട്ടും കേട്ടോ. അത് നിങ്ങളെ ഒരു സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് കൂടും, കുറക്കണതിനനുസരിച്ച് കുറയും ചെയ്യും കേട്ടോ.
ആ കാര്യത്തിൽ വലിയ സീനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അത്ര തരിപ്പും കാര്യങ്ങളൊക്കെ ബാക്കിലുള്ളവർക്ക് കിട്ടും, മുമ്പത്തേക്ക് വലിയ സീനൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിൻ്റെ ഹാൻഡിൽ ഞാൻ മാറ്റിയതാണ് കേട്ടോ. കമ്പനി ഹാൻഡിൽ ഇതൊന്നുമില്ല, കമ്പനി ഹാൻഡിൽ നല്ല ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ വണ്ടിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഹാൻഡിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ മാറ്റിയത്. പിന്നെ ഈ വണ്ടി എടുക്കുന്നത് വർത്താണെന്ന് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് കൊടുക്കുന്ന പൈസകളുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിമിലുണ്ട് കേട്ടോ. കാരണം ഇത് ഫുള്ള് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കണം. അത്യാവശ്യം നല്ല സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഇതിമിലുണ്ട്. അതായത് ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു FI ഫ്യൂൽ ഇഞ്ചക്ടർ, പിന്നെ I3S, പിന്നെ സ്റ്റാൻഡിൻ്റെ സെൻസർ, പിന്നെ ഇവിടേക്ക് എന്തൊക്കെ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ബ്രേക്കിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ അതൊക്കെ പക്കായിട്ട് തന്നെയാണ്. പിന്നെയെന്ന് വെച്ചിട്ടാണ് പിന്നെ ആ LED ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഓരോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതന്നെ വലിയ സംഭവം തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ. പിന്നെ ചാർജിങ് പോർട്ട് കമ്പനി തന്നെ നമുക്ക് തരുന്നുണ്ട്. മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററിൻ്റെ ഭാഗത്തേക്കാണ്. ബാറ്ററി എനിക്ക് ഏകദേശം ഒരു 1.5 വർഷം കൊണ്ടൊക്കെ കേട് വന്നു കേട്ടോ. പക്ഷേ 1.5 വർഷം കഴിഞ്ഞിട്ട് 1.5 വർഷം വരെ ഇതിൻ്റെ ബാറ്ററി വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ഷോറൂമിൽ പോയിക്കാണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് ക്ലെയിമും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറെ പ്രശ്നം എന്ന് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തത് ഒരു 40-46 കിലോമീറ്റർ അപ്പുറത്തുള്ള ഷോറൂമിൽ നിന്നായതുകൊണ്ട് തന്നെ എനിക്ക് ബാറ്ററി വാറണ്ടി ക്ലെയിം ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം. അതിൻ്റെ ഓലെ ബാക്കി ബ്രാഞ്ചും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ വേറെ ഹീറോൻ്റെ വേറെ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് പോലെ വലിയ മുതലായിട്ടുള്ള സംഭവമല്ല. കാരണം അങ്ങോട്ട് ഒരു 2 പ്രാവശ്യം പോയാൽ തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബാറ്ററി വാങ്ങാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കാട്ടി നല്ലത് ഞാൻ പുതിയ ബാറ്ററി ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഞാൻ മാറ്റിയിട്ടില്ല, ഒന്നുകൂടി ആയിക്കോട്ടെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, ഈ ബാറ്ററി ഈ ഒരു ബാറ്ററി കംപ്ലയിൻ്റ് ആയിക്കാണ്ട് നമ്മൾ യൂസ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ടർ ആയതുകൊണ്ട് ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ പോകുമെന്ന് പറഞ്ഞു എന്നോട് വർക്ക്ഷോപ്പ് താളെ. അപ്പോൾ ഞാൻ എന്തായാലും ബാറ്ററി ഇപ്പോൾ തന്നെ മാറ്റും. വേറൊരു സംഭവം എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഞാൻ കൊണ്ടെടുക്കുന്ന ഒരു രീതി വെച്ച് കാണുന്നുണ്ടെങ്കിൽ വലിയ ഈ ഒരു വണ്ടിൻ്റെ ഹെൽത്ത് ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പക്കായിട്ട് കൊണ്ടെടുക്കൽ. വേറെ ഈ ഒരു കേൾക്കാത്ത സംഭവങ്ങളൊക്കെ ഞാൻ വണ്ടി തൊടൽ ഈ ഒരു സർവീസിന് കേൾക്കാമെന്നല്ലാതെ എല്ലാം ഞാൻ വണ്ടി കേൾക്കൽ തന്നെ ചെയ്യുക. അങ്ങനത്തെ ഒരു മട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഒരു റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു 20 മാസം കൊണ്ട് ഈ വണ്ടിയിൽ സർവീസ് സെൻറ്ററിൽ പോയിക്കാണ്ട് മാറ്റിയ സാധനങ്ങൾ എന്തൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ 2 ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ മാറ്റിയിരിക്കണം. അതായത് ഫ്രണ്ടത്തും ബാക്കത്തും ഞാൻ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ മാറ്റിയിരിക്കണം. പിന്നത്തെ നമ്മളെ ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ ഞാനൊരു 16,000 കിലോമീറ്ററിൽ മാറ്റിയിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. ഈ ഒരു 16,000 കിലോമീറ്റർ ആയപ്പോൾ തന്നെ ഒരു ഏകദേശം തീരുമാനം അയക്കണം. ഞാൻ പിന്നെ കൊണ്ടെടുക്കുക. കാരണം ഈ ചെയിൻ ഇടയ്ക്കിടയ്ക്ക് ടൈറ്റാക്കി കൊണ്ട് നടക്കേണ്ടിയിരുന്നുള്ളൂ. അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്നാലും ഒരു 12,000-ലൊക്കെ ഇതിൽ സർവീസിന് പോയപ്പോൾ മാറ്റണം വെച്ചപ്പോൾ ഒരു മാറ്റാൻ ഒരു 16,000 വരെ ഓടിക്കോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ശേഷം ഞാൻ മാറ്റിക്കണം. പിന്നെ എനിക്ക് വലിയ ബെറ്റർ ആയിട്ടും തോന്നി, അതുകൊണ്ട് ഞാൻ മാറ്റിക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ചെയിൻ വലിയ ഇതിൽ നോക്കലൊന്നും ചെയ്യട്ടോ. ഈ ഒരു ലൂബ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും രണ്ടാമത്തെ ചെയിനിൽ ഞാൻ മറ്റേ ഈ എൻജിൻ ഓയിൽ ഉണ്ടല്ലോ, എന്തോ ഗിയർ ഓയിലും കാര്യങ്ങളൊക്കെ അതൊക്കെ മെയിൻ കണ്ട് ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷേ ഞാൻ ക്ലീൻ ഒന്നും ചെയ്യില്ല. ഞാൻ നേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കില്ല. അടിച്ചിട്ടെങ്കിലും നമുക്ക് 16,000 കിട്ടും. അതെന്നെ വലിയ സംഭവമാണ്. വേറെ എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഞാൻ 2 പ്രാവശ്യം ക്ലച്ച് കേബിളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ വണ്ടീൻ്റെ ക്ലച്ച് കേബിളും കാര്യങ്ങളൊക്കെ മാറ്റിയിരിക്കണേ. ഒന്ന് ഞാൻ ബൈക്കിൽ പൊട്ടിക്കാണ്ട് പെട്ടതാണ്. അതിന് ചിലപ്പോൾ എനിക്ക് തോന്നണം എന്താ വെച്ചാൽ ഞാൻ ഈ ഹാൻഡിലും കാര്യങ്ങളൊക്കെ മാറ്റീനി അതിൻ്റെ അതും കാര്യങ്ങളൊക്കെ ആവും. എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൂടിയോണ്ട് ക്ലച്ച് കേബിൾ ഒന്ന് വലുതാക്കണം എന്നേനി. പക്ഷേ വലുതാക്കിയിട്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ക്ലച്ച് കേബിളും കാര്യങ്ങളൊക്കെ പൊട്ടിയത്. പിന്നെ എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഈ ബാക്ക് ബ്രേക്കിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം അടിച്ചു പോയിനി. അപ്പോൾ ആ ഒരു ലൈറ്റും കാര്യങ്ങളും മാത്രം മാറ്റിയിട്ടുള്ളൂ കേട്ടോ. വേറെ സംഭവങ്ങളെന്ന് വെച്ചാൽ ഇനി മാറ്റാനായത് എന്തൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മളെ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഈ ഒരു ഫോർക്കിൻ്റെ ഇവിടെ വരുന്ന ബോൾസ് റേസ് എന്നൊക്കെ പറയും. ആ സാധനം മാറ്റാനായിക്കണേ. അതെന്തായാലും മാറ്റാനായിട്ട് കുറച്ചായി. നമ്മൾ ഈ ഒരു ഫ്രണ്ട് വീല് ഏതെങ്കിലും കട്ടറിലൊക്കെ ചെന്ന് ചാടുമ്പോൾ എന്ന് പറഞ്ഞ ഒരു അടി അടിച്ചു. അപ്പം പല വർഷപ്പരോടും ചോദിച്ചപ്പോൾ പല ആൾക്കാർ പല രീതിയിലാണ് നമ്മളോട് മറുപടി പറഞ്ഞത്. അതായത് ഈ കോൺസെപ്റ്റ് മാറ്റിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലവർ പറഞ്ഞ് ചേസും ഉണ്ടാവും, ചിലവർ പറഞ്ഞാൽ അത് ലോക്കായി ജാമായി വെക്കും, ചിലവർ പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ മാറ്റിയാൽ മതി എന്നാണ്. അപ്പം ഞാനിപ്പോൾ എന്തായാലും വിചാരിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ ഒരു ഫോർക്ക് ഓയിൽ മാറ്റേണ്ടത് കമ്പനി പറഞ്ഞത് 30,000 കിലോമീറ്ററിലാണ്. അപ്പോൾ എന്തായാലും ഫ്രണ്ട് ഫുൾ അയച്ചേണ്ടി വരും ഈ ഫോർക്ക് ഓയിൽ മാറ്റാനും മാറ്റിയേക്കാം. അപ്പോൾ തന്നെ ചെയിൻ പോക്കറ്റും കാര്യങ്ങളൊക്കെ അല്ല ഈ ഒരു ബോൾസ് റേസും കാര്യങ്ങളൊക്കെ മാറ്റാന്നുള്ള ആ ഒരു മട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന എനിക്കറിയില്ല. ബാക്കി വരുന്നിടത്ത് വെച്ച് നമ്മൾ എന്തായാലും കാണാമെന്ന് വെച്ചിട്ട് കാണും. പിന്നെയെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് റീലിയും കാര്യങ്ങളൊക്കെ നമ്മളത് കംപ്ലയിൻ്റ് ആയിട്ട് പ്രാവശ്യം കംപ്ലയിൻ്റ് ആയിന്ന് വെച്ചാൽ ഈ ബാറ്ററി ചാർജ് ചെയ്യാതെ നമ്മൾ സെൽഫ് അടിച്ച് കാണുന്നുണ്ടെങ്കിൽ റീലിയും കാര്യങ്ങളൊക്കെ പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് എനിക്കറിയാൻ പറ്റിയത് വർക്ക്ഷോപ്പിൽ നിന്നിട്ടാണ്. പിന്നെ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ എനിക്കുണ്ടത് ഫുൾ കവർ
ഇൻഷുറൻസ് വെച്ചാൽ 1 വർഷേനി അത് ഞാൻ ക്ലെയിമും ചെയ്ത് കേട്ടോ ഒരു പ്രാവശ്യം ആക്സിഡൻ്റ് ആയിക്കാണ്ട്. പിന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വെച്ചാൽ 5 വർഷം നമുക്ക് എന്തായാലും ഈ ഒരു ഷോറൂമിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ ഷോറൂമിൽ തന്നെ പോയിക്കാണ്ട് ഞാൻ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തിനി. അത് എത്രേൻ്റെ എന്ന് വെച്ചാൽ ഏകദേശം 11,000 രൂപേൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിനി. അതിൽ ഞാൻ 10% കൊടുത്തത്, ഏകദേശം 1000 രൂപയും കാര്യങ്ങളൊക്കെ ഇനി. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പൊട്ടിയുണ്ട്. ടയറിന് നമുക്ക് എന്തായാലും ഇൻഷൂർ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിക്കണേ. അങ്ങനെയാണ് ഇൻഷൂറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷൂറിൽ നമ്മൾ അലോയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ ഇൻഷൂറിൽ പെട്ടുകണേ. അങ്ങനത്തെ കുറച്ച് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ മാറ്റിക്കണേ. പിന്നെ EMIൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന ഡൗൺ പേയ്മെൻറ്റ് 10,000 രൂപയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൊടുത്ത് ഈ ഒരു വണ്ടി ഇറക്കി ചെയ്തിട്ടാണ്. പിന്നെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 23 മാസത്തെ അടവിൽ 5,268 വെച്ചുകൊണ്ടാണ് ഞാൻ EMI അടക്കല്. അതായത് ഒരു മാസം 5,268 രൂപയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് EMI എമൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനിയൊരു ഇപ്പോൾ ഏകദേശം 21 മാസമായിട്ടുള്ളൂ ഈ ഒരു വണ്ടി എടുത്തിട്ട്. വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 മാസം കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പോയി അങ്ങനെ ഇവരെടുത്ത് ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഒരു മാസം പോയത്. ഒരു മാസം പോയിട്ടില്ല അതിൻ്റെ അടിയിലൊക്കെ അയക്കണേ ഞാൻ എന്തായാലും. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ EMIൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11% ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇങ്ങനെ വണ്ടിയൊക്കെ EMI ഇടുന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെ നോക്കണം എന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ EMI എമൗണ്ട് കൂട്ടിയിട്ട് കാണ്ടി വർഷം കുറക്കാൻ നോക്കണം. ഇപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി 3 വർഷത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്, 1 വർഷത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ കഴിയുന്നത് 1 വർഷം ഇടാൻ നോക്കിനി. പക്ഷേ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ 2 വർഷം ഇട്ട്. കാരണം പെട്ടെന്ന് തീർത്ത് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു വർഷം കുറച്ചിടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇൻട്രസ്റ്റ് അത്രയും കുറയിട്ടാണ്. ഇൻട്രസ്റ്റ് അത്രയും കുറയുന്നതുകൊണ്ട് തന്നെ പിന്നെ അതുമല്ല നമ്മളൊന്ന് കൂട്ടി അടിച്ചു കൊടുത്താലും മതി, പെട്ടെന്ന് EMIയും കഴിയും. അങ്ങനത്തെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഡി കഴിയുന്നുണ്ടെങ്കിൽ അത്രയും ഒന്നും കൂടി ബെറ്ററും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ EMI ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 1 3 നമുക്ക് നിൽക്കരുത്. അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അയിമന്ന് എടുക്കൂട്ടാ. ഈ ഒരു 3 വർഷത്തെ നമുക്ക് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ എന്തായാലും EMI ഫുൾ അടിച്ച് കാണ്ട് ആ ഒരു എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് എമൗണ്ടൊക്കെ കൂട്ടി നോക്കി കാണുന്നുണ്ടെങ്കിൽ 1.30 31 ആ റേഞ്ചിൽ വരും കേട്ടോ. ഇനിയിപ്പോൾ 3 വർഷത്തെ കിട്ടുക കാണുന്നുണ്ടെങ്കിൽ 45 50 ആ റേഞ്ചിൽ വരും. ഞാൻ എടുത്ത ഫിനാൻസ് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നിന്നാണ് ഞാൻ ഈ ഒരു EMIയും കാര്യങ്ങളൊക്കെ എടുത്തത്. അത് ഞാൻ ഷോറൂമിൽ തന്നെ ഓല് സെറ്റ് ചെയ്ത് തന്നതാണ്. ഇൻഡസ് ബാങ്കിൻ്റെ EMIയും കാര്യങ്ങളൊക്കെയാണ് സംഭവം ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി ഞാൻ 3,000 കിലോമീറ്റർ ഓട്ടിന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ 20,700 സംതിങ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വണ്ടി 20 മാസം കൊണ്ട് ഓട്ടി കണ്ടാം. ഇനി ഈ വണ്ടിൻ്റെ ഒരു എൻജിൻ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ഒരു കിക്കർ അടിച്ചേണ്ട അവസ്ഥ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലൈൻറ്റ് ആയിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പക്കാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നതിൽ. എൻജിൻ സൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മട്ടത്തിലാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെ ഉണ്ടത്. യൂസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടി കാണാൻ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കെകി കൊണ്ടെടുക്കാത്തതുകൊണ്ടാണ് ഈ കോലം വണ്ടി. പിന്നെ ഹാൻഡിലിൻ്റെ തുരുമ്പ് നോക്കണ്ട. ഇത് ഞാൻ തേർഡ് പാർട്ടി ഇട്ടിട്ടാണ്. കമ്പനി ഹാൻഡിലും കാര്യങ്ങളൊന്നുമല്ല. കമ്പനി ഹാൻഡിൽ പെരിയിലുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് വലിയ ഇൻ്റെ യൂസിങ്ങിന് പക്കല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ബാർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കയറ്റി ചെയ്തിട്ടാണ്. സാധനം പക്കയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ. സെൻസറിൻ്റെ കാര്യങ്ങളും പ്രവർത്തനവും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇതുവരെ എനിക്ക് സെൻസറിനും കാര്യങ്ങളൊക്കെ ഒന്നും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. എനിക്ക് ഞാൻ ഷോറൂമിൽ നിന്ന് അല്ലാതെ നന്നാക്കിയത് ബ്രേക്കിൻ്റെ ഈ ഒരു കച്ചറയും കാര്യങ്ങളൊക്കെ അടിഞ്ഞാണ്ട് ക്ലീൻ ചെയ്ത സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടിക്ക് ചെറിയ വലിയ കുറവുണ്ട് ഇനി ഈ അടുത്തായിട്ട്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് അത് റെഡിയായി പക്കായിട്ട് വണ്ടി സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയി. ഈ ഒരു 3 മാസം കൂടുമ്പോൾ വണ്ടി കറക്റ്റായിട്ട് സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പക്കയാണ്. വണ്ടി നിങ്ങൾ സർവീസ് ചെയ്യുന്നിടത്ത് ചില സർവീസ് സെൻറ്ററിൽ നിന്ന് ചാമ്പാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അവിടേക്ക് പോകാതൊക്കെ അത് ഒരു നല്ല കാര്യമാണ്. നിങ്ങളൊരു പ്രാവശ്യം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതൊക്കെ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെച്ചാൽ എടുത്തെടുത്ത് ഷോറൂമും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഷോറൂമും കാര്യങ്ങളൊക്കെ കെടുക്കണേ കേട്ടോ. ഒരു 18 കിലോമീറ്റർ അപ്പുറത്ത് അങ്ങനെയൊക്കെയാണ് ഷോറൂമും കാര്യങ്ങളൊക്കെ കെടുക്കണേ. പക്ഷേ ഞാനിതുവരെ സർവീസിനും കാര്യങ്ങൾക്കൊന്നും ഇതുവരെ ഒരു അബദ്ധവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഞാൻ ഫസ്റ്റത്തെ സർവീസ് ചെറിയൊരു മുടക്കവും കാര്യങ്ങളൊക്കെ വെച്ച് ഫസ്റ്റത്തെ സർവീസ് വെച്ച് കാണുന്നുണ്ടെങ്കിൽ വണ്ടി ഓടി 500 കിലോമീറ്റർ ടു 700 കിലോമീറ്റർ ഇതിൻ്റെ അടിയിൽ നമ്മൾ സർവീസ് ചെയ്യണം എന്നുള്ള ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഞാൻ കുറച്ച് ലാഗാക്കിയാണ്. 1200 പോയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് പോയി അപ്പോൾ ഈ വണ്ടി എടുക്കാൻ നോക്കേണ്ടതിൻ്റെ പക്കാണ്. യാതൊരു രീതിയിലും നിങ്ങൾക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ യാതൊരു രീതിയിലും സ്റ്റീനും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി പക്കയാണ്. ആ കൊടുക്കുന്ന പൈസക്കുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു മുതലുണ്ട്. അത് എന്തായാലും ഞാൻ പറയണം. എൻ്റെ ഒരു 20 മാസത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ കാര്യത്തിൽ പക്കയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. എന്ത് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എല്ലാം ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അടുത്തേക്ക് കാണാം നമുക്ക്.